ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ഫാസിൽ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവർക്കും അറിയാം, 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇത് 3 ആണ് നമുക്കുള്ളത് എന്ന് അറിയാം. പക്ഷേ ഈ ഒരൊറ്റ ടേബിൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. കണ്ടോ, അതിലെന്തൊക്കെയാണുള്ളത്? ഓരോ ലൂപ്പിന്റെയും സിന്റാക്സ്, ഒരു എക്സാമ്പിൾ, അങ്ങനെയാണുള്ളത്. അത് മാത്രം തന്നെ പഠിച്ചാൽ മതി. കാരണം നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ലൂപ്പ് എന്താണെന്ന് എഴുതുക, ടൈപ്സ് ഓഫ് ലൂപ്പ് എഴുതുക, അതുപോലെ ഇവിടെ സിന്റാക്സ് എഴുതാൻ മറന്നു പോകരുത്. അതുപോലെ അതിനൊരു എക്സാമ്പിളും കൊടുക്കണം. എന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സിന്റാക്സ് ഫോർ ഫോർ ലൂപ്പ്. ഫോർ എന്ന് പറയുന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഇനീഷ്യലൈസേഷൻ, സെമി കോളൻ, ദെൻ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ടെക്സ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആണ്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ ആണോ ഫാൾസ് ആണോ നമ്മൾ നോക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യും. ദെൻ നേരെ അപ്ഡേഷനിലേക്ക് പോകും. അപ്ഡേറ്റ് ചെയ്യും. ദെൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. സോ അങ്ങനെ ഇവിടെ ഒരു ലൂപ്പിംഗ് പ്രോസസ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോ നമ്മുടെ കണ്ടീഷൻ എപ്പോഴൊക്കെ ട്രൂ ആവുന്നോ അപ്പോഴൊക്കെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ദെൻ when the condition become false, കണ്ടീഷൻ ഫാൾസ് ആവുമ്പോ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐയുടെ വാല്യൂ i is equal to ഇനീഷ്യലി 1 ആണ്. 4 1 അല്ലേ? i is equal to 1 ആണ്. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണ്. ഉള്ളിലേക്ക് കയറി എന്താണ് i പ്രിന്റ് ചെയ്യാനാണ്, അതുകൊണ്ട് 1 പ്രിന്റ് ചെയ്തു. ദെൻ നേരെ എങ്ങോട്ടാ പോകുന്നത്? i പ്ലസ് പ്ലസ്, ഐയുടെ വാല്യൂ 1 എന്നുള്ളത് 2 ആയി. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ട്രൂ അല്ലേ? ആണ്. ഉള്ളിലേക്ക് കയറി വീണ്ടും 2 പ്രിന്റ് ചെയ്തു. ദെൻ i പ്ലസ് പ്ലസ്, ഐയുടെ വാല്യൂ 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ട്രൂ ആണ്. 3 പ്രിന്റ് ചെയ്തു. ആൻഡ് i is equal to 4 ആയി. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ട്രൂ ആണ്. 4 പ്രിന്റ് ചെയ്തു. i is equal to 5. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് കയറി 5 പ്രിന്റ് ചെയ്തു. ഐയുടെ വാല്യൂ 6 ആയി. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ഫോൾസ് ആണ് അല്ലെ? കണ്ടീഷൻ ഫോൾസ് ആണ്. എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 മുതൽ 5 വരെയുള്ള നമ്പർ പ്രിന്റ് ചെയ്ത് കിട്ടി. സിമ്പിൾ അല്ലേടാ? ഇതാണ് ഫോർ ലൂപ്പ്. ഇനി നമുക്ക് വൈൽ ലൂപ്പ് നോക്കാം. വൈൽ ലൂപ്പ് നോക്കിക്കോ. വൈലിന്റെ സിന്റാക്സ് ഇനീഷ്യലൈസേഷൻ, ദെൻ വൈൽ കണ്ടീഷൻ. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡിക്കകത്തേക്ക് കയറ്റുള്ളൂ. ബോഡി വർക്ക് ചെയ്യും. ദെൻ അപ്ഡേഷൻ അതിനകത്ത് തന്നെയാണുള്ളത്. ദെൻ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്ഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും ഇതിങ്ങനെ ലൂപ്പിംഗ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. കണ്ടീഷൻ ഫാൾസ് ആവുമ്പോൾ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. ഓക്കെ, സെയിം എക്സാമ്പിൾ തന്നെ 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യാനുള്ള സെയിം എക്സാമ്പിൾ നമുക്ക് വൈൽ ലൂപ്പിൽ നോക്കാം. i ഈക്വൽ ടു 1, ഐയുടെ വാല്യൂ ഇനീഷ്യലി എന്താണ്? 1 ആണ്. ദെൻ വൈൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ട്രൂ അല്ലേ? ഉള്ളിലേക്ക് കയറി സി ഔട്ട് i 1 പ്രിന്റ് ചെയ്തു. ആൻഡ് i പ്ലസ് പ്ലസ്, ഐയുടെ വാല്യൂ 2 ആയി. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ട്രൂ ആണ്. 2 പ്രിന്റ് ചെയ്തു. ഐയുടെ വാല്യൂ 3 ആവും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ട്രൂ ആണ്. ഉള്ളിലേക്ക് കയറി 3 പ്രിന്റ് ചെയ്യും. ആൻഡ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ട്രൂ ആണ്. 4 പ്രിന്റ് ചെയ്യും. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ട്രൂ ആണ്. ഉള്ളിലേക്ക് കയറി 5 പ്രിന്റ് ചെയ്യും. ആൻഡ് 6 ആവും. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ഫാൾസ് ആണ്. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫാൾസ് ആവുമ്പോൾ നേരെ എക്സിറ്റ് ആവും. ക്ലിയർ? സോ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. ക്ലിയർ അല്ലേടാ? ആൻഡ് ഇനി നോക്കിക്കോ. ഇനി നമ്മുടെ ഡു വൈൽ ലൂപ്പ് ആണ്. ഡു വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് ഇനീഷ്യലൈസേഷൻ പുറത്ത് ചെയ്യണം. ഡു കീവേഡ് എന്താ? ഡു എന്ന് പറയുന്ന കീവേഡ് ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നൊന്നുമില്ല, നേരിട്ട് ഉള്ളിലേക്ക് കയറ്റുന്നു. ബോഡി ഓഫ് ദ ഡു വൈൽ ലൂപ്പ് അപ്ഡേഷൻ. എന്നിട്ടാണ് വൈൽ ടെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ടെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഡു മുതൽ ഒന്നും കൂടി
എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ദെൻ കണ്ടീഷൻ എപ്പോഴെങ്കിലും ഫാൾസ് ആയാൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. സെയിം എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കിക്കോ, i is equal to 1, ഡു സി ഔട്ട് i നേരിട്ട് 1 പ്രിന്റ് ചെയ്യും, കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. ദെൻ i പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ എന്തായി 2i. ദെൻ എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആണ്. ഉള്ളിലേക്ക് വീണ്ടും എന്ത് ചെയ്യും, ഡൂനെ അവിടുന്ന് എക്സിക്യൂട്ട് ചെയ്യും. 2 പ്രിന്റ് ചെയ്തു, 3i, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആണ്, 3 പ്രിന്റ് ചെയ്തു. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആണ്, 4 പ്രിന്റ് ചെയ്തു. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആണ്, ഉള്ളിലേക്ക് കയറി 5 പ്രിന്റ് ചെയ്തു. ആൻഡ് 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഫോൾസ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ കണ്ടോ, 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിലും ഒരേ റിസൾട്ട് ആണ് കിട്ടിയത്. 1 2 3 4 5 പ്രിന്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന്റെയും ഡിഫറൻസ് പറയാറുണ്ട്, ഡിഫറൻസ് ചോദിക്കാറുണ്ട്. നോക്കിക്കോ, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. എന്തുകൊണ്ടാ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആയത്? എന്തുകൊണ്ടാ? മറ്റൊന്നുമല്ല, ഇവിടെ ഫോർ ലൂപ്പിന്റെ കേസ് കണ്ടോ നിങ്ങൾ. ഫോർ ലൂപ്പില് ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ട് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതുപോലെ വൈൽ ലൂപ്പിലും സെയിം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതായത് ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും എൻറ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ, ബോഡി എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഡു വൈൽ ലൂപ്പിൽ അങ്ങനെയല്ല. ഇവിടെ ഡു വൈൽ ലൂപ്പിൽ ഒരു പ്രാവശ്യം ഫസ്റ്റ് ഐയുടെ വാല്യൂ 1 ആയ സമയത്ത് ഒരു പ്രാവശ്യം ഫ്രീ ആയിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും ഫ്രീ ആയിട്ട് നമ്മുടെ ബോഡി വർക്ക് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ കണ്ടോ, ഫസ്റ്റ് 2 ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്തിട്ടുള്ളത്, 1 അല്ല ചെക്ക് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ ഡു വൈൽ ലൂപ്പിന്റെ കേസിൽ എക്സിറ്റിന്റെ സമയത്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആയത്. ആൻഡ് ഇനീഷ്യലൈസേഷൻ ഫോർ ലൂപ്പ് ആണെങ്കിലും വൈൽ ലൂപ്പ് ആണെങ്കിലും ഇനീഷ്യലൈസേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇനീഷ്യലൈസേഷൻ അലോങ് വിത്ത് ഫോർ ലൂപ്പില് ഇനീഷ്യലൈസേഷൻ എവിടെയാണ്? നമ്മുടെ ഫോറിന്റെ കൂടെ തന്നെയാണ്. ബട്ട് ഡു വൈൽ ലൂപ്പിലും വൈൽ ലൂപ്പിലും ഇനീഷ്യലൈസേഷൻ പുറത്താണുള്ളത്. കണ്ടോ, പുറത്തല്ലേ? പുറത്താണുള്ളത്. ആൻഡ് അതാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഫോർ ലൂപ്പ് ആണെങ്കിലും വൈൽ ലൂപ്പ് ആണെങ്കിലും നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് ദ ബോഡി ഓഫ് ദ ലൂപ്പ് ബോഡി അറ്റ്ലീസ്റ്റ് 1. കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി വർക്ക് ചെയ്യുള്ളൂ. ഏതില്? ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും. പക്ഷെ ഡു വൈൽ ലൂപ്പ് അങ്ങനെയല്ല. ഒരു പ്രാവശ്യം ഡു എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും ഫസ്റ്റത്തെ ടൈം എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് എന്ത്? ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു കോൺസെപ്റ്റുകൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.